നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം അവസാനിച്ചു എന്ന്? ഇനി മുന്നോട്ട് ഒരു വഴിയില്ല എന്ന്? കയ്യിലൊന്നുമില്ലാതെ, കൂടെ നിൽക്കാൻ ആരുമില്ലാതെ, ജീവിതത്തിന്റെ ഏറ്റവും പരാജയപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ എത്തിയത് ഒന്നിന്റെയും അവസാനത്തിലല്ല. പകരം നിങ്ങൾ എത്തി നിൽക്കുന്നത് പൂജ്യത്തിലാണ്. പൂജ്യം എന്നാൽ ഒന്നുമില്ലായ്മയല്ല. പൂജ്യം എന്നാൽ വലിയൊരു തുടക്കമാണ്. അവിടെ നിന്നാണ് ചരിത്രങ്ങൾ ജനിക്കുന്നത്. ഒരു പ്രശസ്ത എഴുത്തുകാരൻ ഒരിക്കൽ എഴുതുകയാണ്, ജീവിതം ഒരു വെള്ളക്കടലാസ് പോലെയാണ്. അതിൽ നിങ്ങൾ ഇതുവരെ എഴുതിയത് എന്തുമായിക്കൊള്ളട്ടെ, അത് കീറിക്കളയാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പുതിയൊരു അധ്യായം എഴുതാൻ സമയമായി എന്നാണ്. നമ്മൾ ഈ പലരും പൂജ്യത്തിലേക്ക് വീണു പോകുമ്പോൾ ഭയപ്പെടുകയാണ്. ജോലി നഷ്ടപ്പെടുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ, പ്രണയം പരാജയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞുവെന്ന്. എന്നാൽ എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: പൂജ്യം എന്നത് ഒരു അനുഗ്രഹമാണ്. കാരണം പൂജ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇനി താഴേക്ക് പോകാനില്ല. അയാൾക്ക് ഇനി മുന്നോട്ട് മാത്രമേ പോകാനുള്ളൂ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. അവന്റെ ഓരോ ചുവടും വിജയത്തിലേക്കുള്ളതായിരിക്കും. നിങ്ങളുടെ ഇന്നലകൾ എത്ര മോശമായിരുന്നു എന്നത് നാളെയെ ബാധിക്കില്ല. പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ ഒരു വലിയ മൂലധനത്തിന് ആവശ്യമില്ല. തുടങ്ങണം എന്നൊരു ഉറച്ച മനസ്സ് മാത്രം മതി. വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ നഗരത്തിലെ ഒരു സാധാരണ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു. കയ്യിലധികം പണമില്ല, വലിയ പാരമ്പര്യമില്ല. തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ശരിക്ക് തമിഴ് സംസാരിക്കാൻ പോലും അറിയില്ലായിരുന്നു. സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹവുമായി നടന്ന അദ്ദേഹം പലരും കളിയാക്കി. കറുത്ത നിറം, ഒതുങ്ങാത്ത മുടി, സിനിമയിലെ നായക സങ്കല്പങ്ങൾക്ക് ഒട്ടും ചേരാത്ത രൂപം, ആദ്യമൊക്കെ ചെറിയ വില്ലൻ വേഷങ്ങൾ, ആളുകളുടെ പരിഹാസങ്ങൾ. പൂജ്യത്തിലും താഴെയായിരുന്നു അയാളുടെ തുടക്കം. പക്ഷേ അയാൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിച്ചില്ല. തന്റെ പരിമിതികളെ തന്റെ ശൈലിയാക്കി മാറ്റി. സിഗരറ്റ് വായുവിൽ ഉയർത്തിപ്പിടിച്ചും കണ്ണട തിരിച്ചു വെച്ചും അയാൾ സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. അതെ, നമ്മൾ സംസാരിക്കുന്നത് ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന മനുഷ്യനെ കുറിച്ചാണ്. ഇന്ന് ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത് രജനീകാന്ത് എന്നാണ്. ഒരു ബസ് കണ്ടക്ടറിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിലേക്കുള്ള ദൂരം, അത് പൂജ്യത്തിൽ നിന്ന് കോടികളിലേക്കുള്ള ദൂരമായിരുന്നു. അദ്ദേഹം തെളിയിച്ചത് ഒന്നേ ഉള്ളൂ: നിങ്ങളുടെ പശ്ചാത്തലമല്ല നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ കഠിനാധ്വാനമാണ്. രജനീകാന്തിന് സാധിക്കുമെങ്കിൽ, ലോകത്തിലെ മറ്റ് ആയിരക്കണക്കിന് വിജയികൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല? നിങ്ങൾ ഇപ്പോൾ കടന്നു വന്ന പ്രതിസന്ധി എന്തുമാകട്ടെ, ബാങ്ക് അക്കൗണ്ട് ശൂന്യമായിരിക്കാം, സുഹൃത്തുക്കൾ നിങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കാം, വീട്ടുകാർ നിങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. വീണു പോയിടത്ത് നിന്ന് തന്നെ എഴുന്നേൽക്കുക. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ പുതിയ തുടക്കം കുറിക്കുക. പ്ലാൻ ചെയ്യുക. ചെറിയ ചുവടുകളോടെ തുടങ്ങുക. പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് എത്തുക, പിന്നെ രണ്ടിലേക്ക്. അങ്ങനെ നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങൾ തന്നെ കെട്ടിപ്പിടിക്കുക. ഓർക്കുക, കാറ്റ് എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി വീശിക്കൊള്ളണമെന്നില്ല. കടലെപ്പോഴും ശാന്തമായിരിക്കില്ല. പക്ഷേ ഒരു നല്ല നാവികൻ തന്റെ യാത്ര അവസാനിപ്പിക്കില്ല. തോറ്റുകൊടുക്കാൻ നമ്മളില്ല. നമ്മുടെ കഥ നമ്മൾ തന്നെ എഴുതും. ഇനി പറയൂ, നിങ്ങൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ തയ്യാറാണ്? വിജയം നിങ്ങളുടെ വായിൽ കാത്തിരിപ്പുണ്ട്. യാത്ര തുടരുക. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, സ്പാർക്ക് മൈൻഡ്.